വാഗ്ദാനങ്ങളെല്ലാം പ്രഖ്യാപനത്തിലൊതുങ്ങിയ അനുഭവമാണ് പുത്തുമലക്കാർക്ക് പറയാനുള്ളത്. ദുരന്തത്തിന് 3 വർഷത്തിന് ശേഷം ലഭിച്ച വീടുകൾ 1 വർഷം കഴിയുമ്പോൾ തന്നെ ചോർന്നു തുടങ്ങി. മാതൃകാ ഗ്രാമമായി വിഭാവനം ചെയ്തെടുത്ത ആരോഗ്യ കേന്ദ്രമോ കളിസ്ഥലമോ ഒന്നും യാഥാർത്ഥ്യമായില്ല. താൽക്കാലിക താമസത്തിന് വാടകയെന്ന വാഗ്ദാനവും കൃത്യമായി നടപ്പായില്ല. മുഴുവൻ വീടുകളും നിർമ്മിക്കാൻ ആവശ്യമായ സ്പോൺസർഷിപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് നിർമ്മാണത്തിന് കാലതാമസമുണ്ടാവില്ല. 3 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാവണമെന്നാണ് ലക്ഷ്യം. വീടുകൾക്ക് പുറമെ കൂട്ടായ ജീവിതത്തിനും കൃഷിക്കും വിനോദത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സ്ഥലം, കളിസ്ഥലം, അംഗൻവാടി, ആരോഗ്യ കേന്ദ്രം, കുടിവെള്ള സംവിധാനം, ഇങ്ങനെ ഒരു മാതൃകാ ഗ്രാമത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3 മാസമല്ല 3 വർഷം കഴിഞ്ഞാണ് പുത്തുമല ദുരിതബാധിതർക്ക് സ്വന്തം വീട് യാഥാർത്ഥ്യമായത്. 1 വർഷം കഴിഞ്ഞതോടെ വീടുകൾ പലതും ചോർന്നൊലിക്കാൻ തുടങ്ങി. ആകെ ചോദിക്കുന്നുണ്ട്. കടക്ക വരെ ഇടാൻ പറ്റണില്ല. വെയിലറച്ചുമ്പോൾ ഞങ്ങൾ കടക്ക നേരിക്കിടും, അല്ലെങ്കിൽ ഞങ്ങൾ ചുമര ഇങ്ങനെ എവിടെയെങ്കിലും ചാരി വെക്കും. പിന്നെ കുട്ടികളും മക്കളും ഇവിടെ നിൽക്കാൻ വയ്യ, ചോർന്നൊലിച്ചിട്ട് ആഴ്ചകൾ പോയതാണ് ഇവിടുന്ന്. പ്ലാസ്റ്റിക് ഇട്ടാൽ 2 ദിവസം കൊണ്ട് അത് പാറി അത് കീറിപ്പോവും. ഞങ്ങളിപ്പോൾ 4 പ്രാവശ്യം പ്ലാസ്റ്റിക് ഇട്ടു. ഇവിടെ മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പാറിപ്പോവുകയാണ്. എത്ര ഇട്ടിട്ടും നനവ് തീരുന്നില്ല. വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ നൽകിയത്. വീട് പൂർത്തിയാകുന്നതുവരെ താമസിക്കുന്ന വീടിന് വാടക നൽകുമെന്ന് പറഞ്ഞെങ്കിലും 6 മാസം മാത്രമാണ് വാടക ലഭിച്ചത്. ഞങ്ങൾക്ക് 5000 റുപ്യായിരുന്നു വാടക. 3 കൊല്ലം ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് 3 കൊല്ലം വാടക കൊടുത്തിട്ട് അവിടെ നിന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പണിയൊന്നുമില്ലാതെ മക്കൾക്ക് പണി ആയുധങ്ങളൊക്കെ പോയി. രണ്ടാളും വെൽഡിങ്ങിൻ്റെ പണിയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട്, വണ്ടികൾ നഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. തൊഴിൽ നഷ്ടപ്പെട്ടവർ, സ്ഥലവും കൃഷിയുമില്ലാതായവർ ഒന്നും പഴയതുപോലെയായില്ല. നമ്മളോട് ദുരന്തം നടന്ന സമയത്ത് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഒരു ടൗൺഷിപ്പായിട്ട് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അധിവസിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഫൈനലായിട്ടുള്ള ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ വീടും സ്ഥലവും പോയ ആളുകളെ ഉൾപ്പെടുത്തുകയും സ്ഥലം പോയ ആളുകളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ലിസ്റ്റിൽ നിന്ന് വെളിയിലാക്കുകയാണ് ചെയ്തത്. ആ ലിസ്റ്റിൽ തന്നെ ഉള്ള ആളുകൾ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വീടുകൾ ഇപ്പോഴും പുത്തുമലയുണ്ട്. ഹർഷം മാതൃകാ ഗ്രാമത്തിൽ പ്രഖ്യാപിച്ച ആരോഗ്യ കേന്ദ്രമോ അങ്കണവാടിയോ പൊതു ഇടമോ കളിസ്ഥലമോ ഒന്നും ഇവിടെ യാഥാർത്ഥ്യമായില്ല. മറ്റൊരു ദുരിതബാധിതരുടെ പുനരധിവാസം മുന്നിൽ വന്നു നിൽക്കെ പുത്തുമല പുനരധിവാസത്തിലെ വീഴ്ചകൾ വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. മുണ്ടക്കൈ പുനരധിവാസത്തിന് പുത്തുമല പുനരധിവാസമാണോ മാതൃക? ജിമിൻ തോമസിനൊപ്പം ഷഹാന ഷെറിൻ, മീഡിയ 1, വയനാട്.